മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കാര്യങ്ങൾ കൈവിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സത്യം അനന്തുവിനും ലേഖയ്ക്കും അതുപോലെ മഹാലക്ഷ്മിക്കും മനസ്സിലാകുന്നു. തെറ്റ് ചെയ്തവർ വീണ്ടും രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, അതിനെ തുടർന്ന് വീണ്ടും പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തിയാണ് വാമദേവൻ മഹിയെ പെടുത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിനെന്ന് മാത്രമല്ല ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ഭാവിയെ പോലും ബാധിക്കുമെന്ന് മനസ്സിലാക്കി മഹിയാണെങ്കിൽ ആ സത്യങ്ങളെല്ലാം കണ്ണനോട് തുറന്നു പറയാനായിട്ട് കമലേശ്വരം ഫിനാൻസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ എല്ലാം തകർന്ന് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്. താൻ കാണുന്ന സ്വപ്നം അങ്ങനെ മഹിയെ പിരിഞ്ഞിരിക്കാൻ കണ്ണനെ കൊണ്ടാകില്ല, തിരിച്ചു വിളിക്കാം, അല്ലെങ്കിൽ കുഞ്ഞിനെങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള വിവരം ചോദിച്ചറിയാമെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമ്പോഴത്തേക്കും മഹി പറഞ്ഞ കാര്യവും അനന്തു പറഞ്ഞ കാര്യങ്ങളും പ്രതാപൻ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഓർത്തിട്ടാണെങ്കിൽ കലി അടക്കാനും പറ്റുന്നില്ല. അങ്ങനെ എല്ലാം ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന ആ സമയത്ത് മഹിയാണെങ്കിൽ ഓഫീസിലേക്ക് കയറി വരുന്നത്. അപ്പോൾ സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കണ്ണൻ ഞെട്ടിപ്പോകുന്നു. മഹി വന്ന് മുമ്പിലേക്ക് നിൽക്കുന്നുണ്ട്. മഹിയെ കണ്ടതും പെട്ടെന്നാണെങ്കിൽ ഞെട്ടി ഒന്ന് സ്നേഹത്തോടെ നോക്കിയെങ്കിലും പെട്ടെന്ന് അതേപോലെ ദേഷ്യം വരുന്നുണ്ട്. ഇത്രയും വലിയൊരു രഹസ്യം ഇത്ര വർഷം തന്നോട് മറച്ചു വെച്ചു എന്നുള്ളൊരു കലിയാണ് കണ്ണനെ അലട്ടുന്നത്. മഹി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം. മറ്റൊരാളെ ദ്രോഹിക്കാൻ അയാളെ കൊണ്ട് പറ്റത്തുമില്ല. പക്ഷേ തെറ്റ് ചെയ്യുന്നതിനേക്കാളും വലിയ തെറ്റാണ് ആ തെറ്റ് മറച്ചു വെക്കുക എന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ചെയ്യുന്നതിനും അപ്പുറം ദ്രോഹമാണ് മഹിയും അനന്തവും ലേഖയൊക്കെ തങ്ങളോട് കാണിച്ചിരിക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ് കണ്ണനെ അലട്ടുന്നത്. അപ്പോൾ കണ്ണനോട് വന്ന് മഹി പറയുന്നു, കണ്ണേട്ടൻ എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. ഇയാളൊന്നും എന്നോട് പറയണ്ട, ഇയാൾ പറയുന്ന ഒന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല, മര്യാദയ്ക്ക് ഇപ്പം തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോണം, എനിക്ക് ഇയാളെ കാണാൻ പോലും താല്പര്യമില്ലെന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും കണ്ണേട്ടൻ കേട്ടേ പറ്റൂ, അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിനെ പോലും അത് ബാധിക്കും. എനിക്കൊരു സമാധാനമില്ല, സത്യങ്ങളെല്ലാം എനിക്ക് ഇനിയെങ്കിലും തുറന്നു പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് കരയുന്ന സമയത്ത് അയാളൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് കണ്ണനാണെങ്കിൽ ഒന്ന് സൈലൻ്റ് ആകുന്നുണ്ട്. അപ്പോൾ കണ്ണനോട് നടന്ന കാര്യങ്ങളെല്ലാം, അന്ന് കണ്ണൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരൻ ആരാണെന്നുള്ള ആ ഞെട്ടിക്കുന്ന സത്യം തൻ്റെ രണ്ടാനച്ഛനാണെന്നുള്ള കാര്യമെല്ലാം മഹി തുറന്നു പറയുന്നുണ്ട്. 5-ാം വയസ്സിൽ തനിക്ക് കിട്ടിയ ആ വലിയ ഷോക്കിനെയും പറ്റിയും ആ അയ്യപ്പ വിഗ്രഹം കണ്ണേട്ടന് ആ സിദ്ധിയായിട്ടുള്ള അമ്മ കൊടുത്തത് തന്നെയാണെന്നും അത് ആക്സിഡൻറ്റ് പറ്റിയ സ്ഥലത്ത് നിന്ന് തനിക്ക് കിട്ടിയതാണെന്നുള്ള ഞെട്ടിക്കുന്ന സത്യം കൂടി തുറന്നു പറയുമ്പം എല്ലാം കൂടി കേട്ടിട്ട് വിശ്വസിക്കണോ വിശ്വസിക്കേണ്ടേ എന്നറിയാൻ വയ്യാത്ത രൂപത്തിൽ കണ്ണനാണെങ്കിൽ ഞെട്ടി വിറച്ച് നിൽക്കുന്നുണ്ട്. ഇയാളിത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതിനു മുമ്പ് തന്നെ ഞാൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിരുന്നു. പ്രതാപൻ്റെ വായാൽ തന്നെ ഞാൻ സത്യങ്ങൾ അറിഞ്ഞു എന്ന് മാത്രമല്ല, ഇയാളും അനന്തവും ലേഖയും കൂടെ ഒക്കെ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു. ഇത്രയും വലിയൊരു ചതി ഇയാളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെൺകുട്ടിയില്ല. വിശ്വസിച്ചവരെല്ലാം എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് കുറേ പേരെന്നെ ചതിച്ച സമയത്ത് ഇയാളെങ്കിലും എൻ്റെ നന്മ ആഗ്രഹിച്ചാണ് എൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് ഒരു നിമിഷം ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അത് ഏറ്റവും വലിയ തെറ്റായെന്ന് എനിക്കിപ്പം ബോധ്യമാകുന്നുണ്ട്. പിന്നെ കുറേ സ്വത്തുക്കൾ ഞാൻ എഴുതി തന്നിട്ടുണ്ട്, അതൊന്നും എനിക്ക് തിരികെ വേണമെന്നില്ല. എന്തായാലും എൻ്റെ ഒരു കുഞ്ഞ് തന്നോടൊപ്പം ഇല്ലേ, ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ വിട്ടു തന്നെയാണെന്ന് വിചാരിച്ചോളാം എന്ന് പറയുമ്പോൾ കണ്ണേട്ടൻ അങ്ങനെ എന്നെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് കണ്ണേട്ടനില്ലാതെ മറ്റൊരു ജീവിതത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. കരുണയുടെ ജീവിതം തകരരുത് എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ സത്യങ്ങൾ മറച്ചു വെച്ചത്. ഞാൻ സത്യം തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ ഒരു കൊലപാതകിയുടെ മകളെയാണ്, സ്വന്തം അച്ഛൻ്റെ കൊലപാതകിയുടെ മകളെയാണ് താൻ കല്യാണം കഴിച്ചത് എന്നുള്ളൊരു കുറ്റബോധം പേറി ഉണ്ണി കരുണയെ ഉപേക്ഷിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ എല്ലാം മറച്ചു വെച്ചതെന്ന് പറയുമ്പോൾ ഇനി ഇയാൾ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട, ദൈവത്തെ ഓർത്ത് എന്നെ ശല്യം ചെയ്യാതെ ഒന്ന് പോണേന്ന് പറഞ്ഞ് കണ്ണനാണെങ്കിൽ തിരിഞ്ഞു നിൽക്കുന്നത് കണ്ട് സങ്കടത്തോടെ മഹി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ തിരികെ നേരെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് വന്ന് ഡോറ് തുറന്നിറങ്ങുന്ന മഹിയുടെ മുഖത്തെ സങ്കടം കണ്ടിട്ട് അനന്തു ലേഖ ആകെ ഞെട്ടി നിൽക്കുവാണ്. ആ സമയത്താണ് മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കും മഹി തല ചുറ്റി നിലത്തേക്ക് വീഴാൻ ഒരുങ്ങുന്നതും ഓടി വന്ന് ലേഖയും അനന്തവും കൂടി താങ്ങി പിടിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം ലേഖയ്ക്കും അനന്തവിനും ആകെ പേടിയാകുന്നു. ഇപ്പം മഹി ആരെയാണ് കാണാൻ പോയത്? മാർക്കോയെയാണോ അതോ കണ്ണേട്ടനെയാണോ? ഇനി കണ്ണേട്ടനെയാണ് കണ്ടേന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന വർത്തമാനമാണ് പറഞ്ഞ് അതിൻ്റെ സങ്കടത്തിലായിരിക്കുമോ മഹി ബോധം കെട്ടേ വീണേ എന്നൊക്കെയുള്ളൊരു പേടിയാണ് അനന്തുവിനെ ലേഖ അലട്ടുന്നത്. ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിച്ച് പ്രഥമ ശുശ്രൂഷയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മഹിയെ നോക്കുന്ന ഡോക്ടർ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ലേഖ ചോദിക്കുന്നു, നമുക്ക് ഈ വിവരം കണ്ണേട്ടനെ അറിയിക്കണ്ടേ? തീർച്ചയായിട്ടും അറിയിക്കണം എന്ന് പറയുന്ന സമയത്താണ് ഡോക്ടർ മഹിയെ ചെക്കപ്പ് ചെയ്യാനായിട്ട് അകത്തേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ മഹിയെ നോക്കി ഡോക്ടർ പുറത്ത് വരുന്നതും കാത്ത് ലേഖയും അനന്തവും വെയിറ്റ് ചെയ്യുന്നു. അതിനിടയ്ക്ക് തന്നെ കണ്ണനെ വിളിച്ച് അനന്തു നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു.
താങ്ങുന്നതിനും അപ്പുറം പ്രഷർ താങ്ങിയിട്ടായിരിക്കും മഹി ബോധം കെട്ട് വീണുവെന്നും ഇപ്പം തീരെ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുക ഏതാണെന്നും ഞങ്ങൾക്ക് അറിയില്ല. ഡോക്ടർ വന്ന് വിവരം അറിയിച്ചെങ്കിൽ മാത്രമേ മഹിയുടെ കണ്ടീഷനും കുഞ്ഞിൻ്റെ കണ്ടീഷനും എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് കണ്ണന് ഭയങ്കര സങ്കടമാകുന്നു. താൻ അത്രയൊന്നും ചൂടായിട്ട് മഹിയോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ കാരണം മഹിക്ക് ഇങ്ങനൊരു ദുരന്തം ഉണ്ടായേ എന്നുള്ള കുറ്റബോധവും പേറി കണ്ണനും നിൽക്കുന്നു. അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. വാമദേവൻ്റെ പ്ലാനൊക്കെ വിജയിക്കുമോ? കണ്ണനെയും അതുപോലെ മഹിയെയും തെറ്റിച്ചുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ തീരുമാനിച്ച വാമദേവന് മാർക്കോ എങ്ങനെയായിരിക്കും തിരിച്ചടി കൊടുക്കാൻ പോകുന്നത്? കാത്തിരിക്കാം.